രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. എത്രയെത്ര രഘുനാഥകീർത്തനം തത്ര തത്ര ഗതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. മല്യവാൻ തുടങ്ങിയവരുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ആരംഭത്തിനെ പറ്റിയാണ് ഈ സർഗത്തിൽ പ്രതിപാദിക്കുന്നത്. ഇങ്ങനെ ഈ അസുരന്മാരാൽ ദ്രോഹിക്കപ്പെട്ട ദേവന്മാരും ഋഷികളും എല്ലാവരും ചേർന്ന് മഹേശ്വരനെ ചെന്ന് കണ്ടു എന്ന് പറയാണ്. ദേവന്മാരെല്ലാവരും ഒത്തുചേർന്ന് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സംഹാരകർത്താവും അജനമവ്യക്തനും സർവ്വലോകാധാരഭൂതനും സകലർക്കും ആരാധ്യനും പരമഗുരുവും കാമദേവനെപ്പോലും ചുട്ടരിച്ചവനും ത്രിപുരങ്ങളെ നശിപ്പിച്ചവനും 3 കണ്ണുകളുള്ളവനുമായ മഹേശ്വരനെ സമീപിച്ച് ഭയം കൊണ്ട് ഗദ്ഗതം കൊണ്ട് കൊപ്പുകൈകളോടെ ഇങ്ങനെ അറിയിച്ചു. അല്ലേ ഭഗവൻ എല്ലാവരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ സുകേശൻ്റെ പുത്രന്മാരായ മാലി സുമാലി തുടങ്ങിയവർ ഇവിടെ എല്ലാവരെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ആശ്രമങ്ങളും മറ്റെല്ലാ സ്ഥലങ്ങളും ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവന്മാരെയെല്ലാം അവർ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. വിഷ്ണുവും രുദ്രനും ബ്രഹ്മാവും ദേവേന്ദ്രനും യമനും വരുണനും ചന്ദ്രനും സൂര്യനും എല്ലാം ഞങ്ങൾ തന്നെയാണ് എന്നാണ് മാലി സുമാലി മല്യവാൻ തുടങ്ങിയ ഈ രാക്ഷസന്മാർ പറയുന്നത്. അങ്ങനെ അവർ സമരസന്നദ്ധരായിട്ട് എല്ലാവരെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് തന്നെ ഈ മാലി സുമാലി മല്യവാൻ തുടങ്ങിയവരെ വധിച്ച് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ആ നീലലോഹിതനായ പരമശിവൻ അപ്പോൾ ദേവകളോട് ഇങ്ങനെ മറുപടി പറഞ്ഞു. അവരെ എനിക്ക് കൊല്ലാൻ സാധിക്കില്ല. കാരണം ആ അസുരന്മാർ എന്നാൽ വധ്യരല്ല എന്ന് ഞാൻ അവർക്ക് വരം കൊടുത്തിരുന്നു. അതുകൊണ്ട് അവരെ വധിക്കാനുള്ള ഉപായം ഞാൻ പറഞ്ഞു തരാം. മഹർഷിമാരെ കാര്യം മുൻനിർത്തി വിഷ്ണുവിനെ സമീപിക്കുകയാണ് വേണ്ടത്. ആ ഭഗവാൻ മാത്രമേ അദ്ദേഹത്തിന് അവരെ വധിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞു. അങ്ങനെ മഹേശ്വരനെ വാഴ്ത്തിക്കൊണ്ട് അവരെ വിഷ്ണുവിൻ്റെ സമീപത്തെത്തി. ശംഖചക്രഗദാധരനായ ഭഗവാനെ നമസ്കരിച്ച് സുകേശപുത്രന്മാരായവയുടെ പരാക്രമങ്ങളെപ്പറ്റി അവർ അറിയിച്ചു. ഇങ്ങനെ ത്രികൂട ശിഖരം അവർ പറഞ്ഞപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യമാണ്, ത്രികൂടപർവ്വതത്തിൻ്റെ മുകളിൽ ലങ്ക എന്നു പേരായിട്ട് ഒരു പുരിയുണ്ട്. അവിടെ പാർത്തുകൊണ്ടാണ് ഈ നിശാചരന്മാർ ഞങ്ങളെല്ലാവരെയും പീഡിപ്പിക്കുന്നത്. അതുകൊണ്ടല്ലേ മധുസൂദന ഞങ്ങളുടെ ഹിതത്തിനായി അവരെ എങ്ങനെയെങ്കിലും കൊന്നു തരണേ എന്ന് അവർ പ്രാർത്ഥിച്ചു എന്ന് പറയാണ്. ഞങ്ങൾ അങ്ങേ മാത്രമാണ് ശരണം പ്രാപിക്കാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് അവരഭയം പ്രാപിച്ചു. ഇപ്രകാരം ദേവന്മാർ പറഞ്ഞപ്പോൾ ആ ദേവദേവനായ ജനാർദ്ദനൻ അവർക്ക് അഭയം നൽകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ആ ശിവൻ്റെ വരം കൊണ്ട് ഗർഭിതനായ സുകേശൻ എന്ന രാക്ഷസനെ എനിക്ക് അറിയാം. അവൻ്റെ മക്കളെയും അറിയാം. അവരിൽ മൂത്തവനല്ലോ മല്യവാൻ. മര്യാദ ലംഘിച്ച ആ രാക്ഷസാധമന്മാരെ കോപമാർന്ന് ഞാൻ കൊല്ലുന്നതാണ്. അല്ലയോ ദേവന്മാരെ, ഭയം വെടിഞ്ഞാലും എന്ന് പറഞ്ഞവരെ അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് അദ്ദേഹം പറഞ്ഞയച്ചു എന്ന് പറയാണ്. ദേവന്മാർ പിന്നീട് ഇങ്ങനെ ഒക്കെ ചെയ്തു എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ മല്യവാൻ തൻ്റെ സഹോദരന്മാരെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു. ഋഷിമാരും ദേവന്മാരും എല്ലാം ഒത്തുചേർന്ന് നമ്മളെ കൊല്ലാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ്. അവർ പരമശിവനോട് അപേക്ഷിച്ചു അത്രേ. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവർ ആ ചക്രപാണിയായ വിഷ്ണുവിനെ അഭയം പ്രാപിക്കുകയും അദ്ദേഹം നമ്മളെ വധിച്ചുകൊള്ളാം എന്ന് പറയുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അല്ലേ രാക്ഷസവീരന്മാരെ, ആ ദേവന്മാരെ ഹിരണ്യകശിപുവിൻ്റെയും മറ്റസുരന്മാരുടെയും അന്തകനായ ഹരി നമ്മളെ വധിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഇനി എന്താണ് വേണ്ടത് എന്ന് ആലോചിക്കൂ എന്ന് പറയാണ്. അപ്പോൾ നമുജി കാലനേമി സംഹ്രാതൻ ബഹുമായാദ്യായ രാധേയൻ ലോകപാലൻ യമളാർജുനന്മാർ ഹാർദികൻ ശുഭൻ നിശുംഭകൻ തുടങ്ങിയ അസുരന്മാരും ദാനവന്മാരും മനക്കരുത്തും മെയ്ക്കരുത്തും ധാരാളമുള്ളവരാണ്. ധാരാളം യുദ്ധങ്ങളിൽ യുദ്ധം ചെയ്ത് ജയിച്ചിട്ടുള്ളവരാണ്. അവരെല്ലാവരും ധാരാളം യാഗങ്ങൾ ചെയ്ത് നശിപ്പിച്ചിട്ടുള്ളവരാണ്. ഇങ്ങനെയൊക്കെയുള്ള അവർ അദ്ദേഹത്തിനോട് പറഞ്ഞു, നമ്മെ കൊല്ലാൻ നിனைക്കുന്ന ഈ നാരായണനെ വധിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്ന്. മല്യവാൻ്റെ വാക്ക് കേട്ട് മാലിയും സുമാലിയും ആ ജ്യേഷ്ഠനോട് ആ അശ്വിനി ദേവകൾ ഇന്ദ്രനോട് പ്രകാരമാണോ പറഞ്ഞത് അതുപോലെ പറഞ്ഞു. നാം സ്വാധ്യായവും ദാനവും യാഗവും എല്ലാം ചെയ്തിട്ടുണ്ട്. ഐശ്വര്യം പാലിച്ചിട്ടുണ്ട്. കേടുകൂടാത്ത ആയുസ്സം നേടിയിട്ടുണ്ട്. ധർമ്മം നേർവഴിക്ക് നിലനിർത്തിയിട്ടുണ്ട്.
അക്ഷോഭ്യന്മാരായ ദേവന്മാരോട് യുദ്ധം ചെയ്തവരെ തോൽപ്പിച്ചിട്ടുമുണ്ട്. അതിൽ വന്ന എല്ലാവരെയും നമ്മൾ തോൽപ്പിച്ചിട്ടുണ്ട്. ദേവാസുര യുദ്ധത്തിൽ നമ്മളെ തീർത്ത എല്ലാ ദേവന്മാരെയും നമ്മൾ തോൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ഈ വിഷ്ണുവിനോട് നമുക്ക് ഭയപ്പെടേണ്ട കാര്യം? ഈ വിഷ്ണുവിന് നമ്മളെ എതിർക്കേണ്ട, നമ്മളോട് യാതൊരു വിരോധത്തിൻ്റെയും കാരണമില്ല. സത്യത്തിൽ ദേവന്മാരുടെ ഏഷണി കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ നമ്മെ കൊല്ലാൻ തയ്യാറായി വരുന്നത് എന്ന് ആണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആ ദേവന്മാരെ മുഴുവൻ വധിച്ചു കളയുക തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു അവർ ഉപദേശിച്ചു എന്ന് പറയണം. ഇങ്ങനെ ആലോചിച്ചുറപ്പിച്ച് ആ രാക്ഷസവീരന്മാരെല്ലാവരും കൂടി സർവ്വസൈന്യങ്ങളോടും കൂടി ആ ദേവന്മാരോട് എതിരിടാനായിട്ട് പുറപ്പെട്ടു. ഇങ്ങനെ ആ മഹാകായന്മാരും മഹാബലശാലികളുമൊക്കെയായ രാക്ഷസന്മാർ യുദ്ധത്തിനായിട്ട് തേര്, ആന, കുതിര, കഴുത, കാള, ഒട്ടകം തുടങ്ങി വിവിധ മൃഗങ്ങളും പാമ്പുകളും മകരമത്സ്യങ്ങളും ആമകളും മീനുകളും പക്ഷികളും സിംഹങ്ങളും ഇങ്ങനെ പലതിനെയും പൊട്ടിക്കൊണ്ട് അവർ യുദ്ധത്തിനായി പുറപ്പെട്ടു എന്ന് പറയാണ്. ഇവരിങ്ങനെ ദൈവന്മാരോട് യുദ്ധത്തിനായിട്ട് ചെന്നപ്പോൾ ദേവന്മാർ പെട്ടെന്ന് തന്നെ ദേവലോകം വിട്ട് അവിടെ നിന്ന് പോയി എന്ന് പറയുന്നു. ഈ സമയത്ത് അവരുടെ രാക്ഷസന്മാരുടെ തോൽവിയെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള പല ദുർനിമിത്തങ്ങളും അവിടെ കാണാൻ കഴിഞ്ഞു എന്നാണ് പിന്നീട് പറയുന്നത്. മലകൾ, കടൽ കരകവിഞ്ഞൊഴുകാൻ തുടങ്ങി. വലിയ വലിയ മലകൾ കുലുങ്ങാൻ തുടങ്ങി. ഇടിമുഴക്കത്തോടൊപ്പം അട്ടഹസിച്ചുകൊണ്ട് ഉർക്കന്മാരെ ഓരിയിടാൻ തുടങ്ങി. ജീവജാലങ്ങൾ തുള്ളുന്നത് കാണാൻ തുടങ്ങി. കഴുതക്കൂട്ടം ചെന്തി പാറുന്ന മുഖങ്ങളോടെ രാക്ഷസരംഗണങ്ങളുടെ മുകളിൽ കാലനെപ്പോലെ പറക്കാൻ തുടങ്ങി. പിന്നെ പ്രാവുകൾ, തത്തകൾ ഇവയൊക്കെ വളരെ വേഗത്തിൽ പറക്കാൻ തുടങ്ങി. കാക്കകളും പൂച്ചകളും ആനകളും മറ്റും കരയാൻ തുടങ്ങി. ഇങ്ങനെ കലപാശബദ്ധിതരായ ബലഗർഭിതന്മാരായ രാക്ഷസന്മാർ ഇത്തരം ദുർനിമിത്തങ്ങളെ ഒന്നും വകവയ്ക്കാതെ അവിടെ നിന്ന് മുന്നോട്ട് പോയി. മാല്യവാനും സുമാലിയും മാലിയും ആളുന്ന തീ പോലെ രാക്ഷസന്മാരുടെ മുന്നിൽ നടന്നു എന്ന് പറയണം. മല്യവാൻ ഒരു മാമല പോലെ തന്നെയാണ് അദ്ദേഹം. അവിടെ ആ മല്യവാനെ ദേവന്മാരും രാക്ഷസന്മാരുമെല്ലാം ഭയത്തോടു കൂടി തന്നെയാണ് വീക്ഷിച്ചിരുന്നത് എന്ന് പറയുന്നു. മാലിയുടെ ചൊൽപ്പടിയിൽ ആ രാക്ഷസപ്പട ജയം കൊതിച്ച് ദേവലോകത്തേക്ക് പോയി. ഇവയുടെ പടപുറപ്പാട് ദേവദൂതനിൽ നിന്നറിഞ്ഞ ആ ശ്രീമന്നാരായണൻ സഹസ്രാർക്ക സമപ്രഭമായ ഒരു കവചവും ധരിച്ചുകൊണ്ട് ഇവരോട് യുദ്ധത്തിനായിട്ട് ആ ഗരുഡൻ്റെ പുറത്ത് കയറി പുറപ്പെടുകയാണ് ഉണ്ടായത്. ശരങ്ങൾ കൊണ്ട് തിളങ്ങുന്ന 2 അവനാഴികളും ചാർത്തി അരപ്പട്ടയുമൊക്കെ കെട്ടി വാളുമേന്തി ശംഖചക്രഗതാദികളും ശംഖം എന്ന വില്ലുമൊക്കെ ധരിച്ചുകൊണ്ട് അദ്ദേഹം അവയുടെ മുന്നിൽ തന്നെ ചെന്ന് നിന്നു എന്ന് പറയുന്നു. ഗരുഡൻ്റെ മുകളിൽ പീതാംബരധനനായ ആ ശ്യാമവർണ്ണനായ ഹരിയെ കണ്ട് കൊടുമുടിയിൽ മിന്നലൊത്ത കൊണ്ടൽ പോലെ, മിന്നലിനോടുകൂടിയുള്ള ആ മേഘത്തിനെ പോലെ അദ്ദേഹം തിളങ്ങി എന്ന് പറയാണ്. ഇങ്ങനെ ഉള്ള ആ ഭഗവാനോട് രാക്ഷസന്മാർ ചുറ്റി നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.